So good morning guys. My name is Alia Fatima. അപ്പം ഞാൻ കുറച്ച് സ്കൂളിലത്തെ കടക്കിലും പറയണ്ടേ. ഹായ് പറയടാ. ഹായ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ വലിയൊരു ബ്രേക്കിന് ശേഷമാണ് വീണ്ടും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും കുട്ടി കുട്ടി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അതേപോലെ മോർ ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബ്രെഡ് സാൻഡ്വിച്ച്, ബ്രെഡ് എഗ് സാൻഡ്വിച്ച് ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ആ ഒരു സാൻഡ്വിച്ചിന്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പോകുന്നു എന്ന് സിമ്പിളായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് നല്ലൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം അത് അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ട് ബ്രെഡാണ് വേണ്ടത്. ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ 2 ടൈപ്പിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ദോശമാവ് വെച്ചിട്ട്, ബാലൻസ് ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ദോശമാവ് വെച്ചിട്ടും ബ്രെഡ് വെച്ചിട്ടും ഞാൻ ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചീസാണ്. ഇതിപ്പം മൊസറല്ല ചീസാണ്, നമുക്ക് സ്ലൈസ്ഡ് ചീസ് എടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഇത് എഗ്ഗ്, 3 എഗ്ഗ്, കുറച്ച് സോൾട്ടും ചില്ലി ഫ്ലേക്സും ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സോസേജ് ആണ്. ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോസേജിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യുക, ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുക. ഇനി സോസേജും ചിക്കനും ഇല്ലായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ചീസും എഗ്ഗും വെച്ചിട്ട് മാത്രം ചെയ്തെടുക്കാം. പിന്നെ ഇത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഗീയോ ബട്ടറോ ഏതായിരുന്നാലും കുഴപ്പമില്ല, ഏത് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ദോശമാവ് വെച്ചിട്ടും ബ്രെഡ് വെച്ചിട്ടും ഈ ഒരു സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എഗ്ഗും ചില്ലി ഫ്ലേക്സും ഉപ്പും കൂടെ ഇട്ട്, ചില്ലി ഫ്ലേക്സിന് പകരം നമുക്ക് വേണമെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇനി സോസേജ് വെച്ച് കൊടുക്കലാണ്. ഈ സോസേജിൽ ഉപ്പ് പെപ്പറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പ്ലെയിൻ സോസേജ് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതാ സോസേജൊക്കെ കുക്കായി വന്നിട്ടുണ്ടാവും. സോസേജിന് അധികം വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് റെഡിയായി കിട്ടും. ചെറിയൊരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചീസൊക്കെ ആഡ് ചെയ്യാം. ഇതേപോലെ ബ്രെഡിൻ്റെ മുകളിലോട്ട് എഗ്ഗ് വെച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും ചീസ് വെച്ചിട്ട് പിന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന പോലെ. ഇത്രയും ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ദോശമാവ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഞാൻ
ഈ ഒരു സോസേജ് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ റെഡിയാക്കി വെച്ച ഈ ഒരു എഗ്ഗ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കായതിനു ശേഷം ചീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചിടുമ്പോൾ തന്നെ സോസേജ് അത്യാവശ്യം കുക്കായിക്കോളൂ കേട്ടോ. ചിലർക്ക് നല്ലോണം കുക്കാവണമെന്നുണ്ടെങ്കിൽ മാത്രം ആദ്യം കുക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതേപോലെ തിരിച്ചിടുമ്പോൾ തന്നെ നല്ലപോലെ കുക്കായി കിട്ടും. സോസേജിന് ഒരുപാട് വേവില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് കുക്കാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഒരു 30 സെക്കൻഡെല്ലാം ആവുള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ ചീസൊക്കെ മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ കത്തി വെച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശ, ഈ ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ദോശമാവൊക്കെ കുറച്ച് മാത്രം ബാലൻസ് വരുമ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം കേട്ടോ. നല്ല വെയിലുണ്ടാ? ടുമോറോ റാസിന്റെ വീട്ടിലേക്ക് വരും. ടുമോറോ റാസിന്റെ വീട്ടിലേക്ക് വരാം. എന്റെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടുമോറോ റാസിന്റെ വീട്ടിലേക്ക് വരാം. റാസിനെ കണ്ടാ? ഉറക്കെ പറയേ. രസമുണ്ടാ? നാട്ടിലേക്ക് വരാം പ്ലീസ്. എന്താ ഞാൻ നാട്ടിലേക്ക് വരാം. അന അവിടെ നിൽക്കണം. ഓക്കെ ഓക്കെ. അന അവിടെ നിന്നിട്ട് പിന്നെ 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 അന ഇങ്ങോട്ട് വരണം. ഓക്കെ പ്ലീസ്. ഒറ്റക്കല്ല അവിടെ. അന വരൂ. അനക്ക് പേടിയാണേ. വാടാ. ഇതെന്താ ടിംറ്റി ടാഗ്മ കുത്തി വെച്ചിരിക്കുന്ന? അപ്പൊ ഇനി തലമ്മ കുത്തണ്ട? ഓക്കെ സ്പെഷ്യൽ ഉണ്ട്. സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ട്. ഫുഡ് ഫുള്ള് കഴിച്ചാ? അതെ. Close your lunch box. Close your lunch. Your fruit break lunch. Because ഞങ്ങള് പ്ലേഗ്രൗണ്ടിലേക്ക് പോയായിരുന്നു. ഇന്ന് പോയാ? രസമുണ്ടാ? നല്ല രസമുണ്ട്. പിന്നെ എന്റെ ഹാർട്ട് ബിഗ് ആക്കിയിരുന്നെ. സ്ലൈഡിലൊക്കെ പോയാ? സ്ലൈഡിൽ എനിക്കിഷ്ടമില്ല. എനിക്കിഷ്ടമില്ല സ്വിങ്ങില്. സ്വിങ്ങില് മാത്രം പോയുള്ളൂ? നടക്ക്. എനിക്കിഷ്ടമായി സ്വിമ്മിങ്ങിൽ പോവാണ്. ബിക്കോസ് പിന്നെ ഇങ്ങോട്ട് പോവും, അങ്ങോട്ട് പോവും, മേലേക്ക് പോവും, ഡൗണിലേക്ക് പോവും. സോ ഞങ്ങൾ വേറെ സ്വിമ്മിങ്ങിലേക്ക് പോയിണ്ടായിരുന്നു. ഒന്നല്ല രണ്ട് സീറ്റ്സ് ഉണ്ടായിട്ട് പിന്നെ ബിഗ് വരാൻ പറ്റും.
വീഴാനാ? വീഴും പൊട്ടും. അതിൽ ചെറുതായിട്ട് സ്ട്രൈപ്സ് ഒക്കെ ഉണ്ട്. സിൽവർ സ്ട്രൈപ്സ് ഇതിൻ്റെ അതിൽ. Yes, ma'am. It's me, Papa's school. So good morning, guys. My name is Alia Fatima. അപ്പം ഞാൻ കുറച്ച് സ്കൂളിലത്തെ കടക്കിലും പറയുന്നുണ്ട്. ഇതിൻ്റെ യൂണിഫോമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് കിട്ടി കുറേ ഫ്രണ്ട്സ് മനസ്സിലായ. പക്ഷേ എനിക്കെന്തോ റോക്കിൻ്റെ സ്റ്റൈല് വേണം. പക്ഷേ എനിക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും തോറ്റാൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തില്ല തീരെ ഫ്രണ്ട്സ് ആവില്ല. പക്ഷെ ആരെങ്കിലും എന്നാ പറഞ്ഞാൽ പൊട്ടിട്ട് ഞാൻ ടീച്ചറോട് പറയും. അപ്പോൾ മിസ്സാവും ഞാൻ. പക്ഷെ അവർക്ക് എൻ്റെ ഫ്രണ്ടെല്ലാം മനസ്സിലായ. അപ്പം ഞാൻ തന്നെ അപ്പത്തിൽ ഞാൻ ജസ്റ്റ് ലൈക്ക് എനിക്ക് എൻ്റെ ചേർന്ന ബാക്ക് വെയിറ്റാക്ക്. എനിക്ക് കിട്ടി ബ്യൂട്ടിഫുൾ ഹെയർ കണ്ട. ബ്യൂട്ടിഫുൾ. ഇത് ശരിക്കും ഹെയർ അല്ല, ശരിക്കും എൻ്റെ തൊക്കിയാണ് കണ്ട. അപ്പം നല്ല രസമില്ല തൊക്കിന്ന്. നിങ്ങൾ വെറുതെ ഇങ്ങനെ തലമുണ്ടല്ലേ തൊക്കിന്ന്. അത് ഞാൻ ജസ്റ്റ് എനിക്കെന്തോ കാണില്ല കേട്ടാ. അപ്പത്തേന് ഞാൻ ശരിക്കും ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ സ്കൂളിലെ വീഡിയോ എനിക്ക് ഇഷ്ടമായ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കളിച്ച് പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേരം പെട്ടെന്നായിട്ട് സ്കൂളിൽ എൻ്റെ വീട്ടിൽ ഇന്ന് ഗോവിൻ ടൈം ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നേരാം. സോ എനിക്ക് ഞാൻ വീട്ടിൽ വന്നതായിരുന്നു. ഞാൻ കുറച്ച് നേരം കുളിക്കാം. പിന്നെ ഞാൻ കുളിക്കട്ടെ. പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ വീഡിയോ എടുക്കാം. സോ ഇതാണ് എൻ്റെ ചാനലിലെ വീഡിയോ. നോക്കണം. ബൈ. ഇനിയിപ്പോൾ ഇതാ ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയ്ച്ചോറാക്കലാണ്. അപ്പം വേണ്ടിയിട്ട് കുറച്ച് നെയ്ച്ചോറൊക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും. ഞാനതുകൊണ്ട് റെസിപ്പി ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കും, ചുമ്മാ ഇരിക്കും. പിന്നെ ഇതേപോലെ കറിയും അങ്ങനെ എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടാവും തലേ ദിവസം തന്നെ. അപ്പോൾ പിന്നെ മോനെ ഉറങ്ങും ആ ഒരു സമയത്ത്. പിന്നെ ഒരു 12:30 ആകുമ്പോൾ മോനെ വിളിക്കാൻ വേണ്ടി പോകും. അവിടുന്ന് വിളിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യാറ് കേട്ടോ. ഇതേപോലെ ചോറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നേ ആക്കാൻ ഉണ്ടാവുള്ളൂ. കറിയും ഉപ്പേരിയൊക്കെ ഞാൻ ഒന്നല്ലെങ്കിൽ മോർണിംഗിൽ അല്ലെങ്കിൽ തലേ ദിവസം റെഡിയാക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങനെ ലഞ്ച് കഴിക്കും. അപ്പോൾ പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ഡേ ഒന്നല്ലെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ഡേ, ആ ഒരു സിമ്പിൾ വ്ളോഗാണെന്ന് ചെയ്യുന്നത് കേട്ടോ. M M A M M M M A M M A M M ഇതെന്താ റീഡ് ചെയ്യാ? ഹലോ ഹലോ പറയ്, റീഡാക്ക് പറയ്. N N N N A N N A
I'm going to shopping to buy anything. So we're getting a breakfast lot. So we just want to take a breakfast. Good, okay? So bye bye. 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 See you. See you. എന്താ കയ്യിലെന്താ? കയ്യില് ചോക്ലേറ്റ് ബിസ്ക്കറ്റാ. എന്തിനാ? വണ്ടിയിൽ കഴിക്കാനാ? വണ്ടി കേട്ടാണ്. So bye. 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 Let's go. Let's go. Bye. Goodbye. Come. Guys, I chocolate in a cheesy chocolate. ചീസി അല്ല, മാഷ്മെല്ലോ ആണ്. Marshmallow chocolate. ഹായ്, സേ ഹായ്. Hi. ഷായി ഹായ് പറയടാ. ഹായ്. പോവാ എടുക്കാൻ സിറ്റി സെന്ററിലേക്കാ. ട്രാവൽ എടുത്തുക്കണോ? ആ പാപ്പു See you next time. Bye. ബൈ. Goodbye. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Like, share, and subscribe. താങ്ക് യു. Thank you very so much.